നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ തനിക്കും കുടുംബത്തിനുമെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളിലും കുടുംബ വഴക്കുകളിലും പ്രതികരിച്ച് നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അഹാന കൃഷ്ണ. അഹാനയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ കുറച്ചു ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ നടന്ന സംഭവങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ആഴത്തിൽ വേദനിപ്പിക്കുകയും മാനസികമായി തളർത്തുകയും ചെയ്തു. കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിഴക്കേണ്ടതല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതിനാൽ തന്നെ ഇത് ഞങ്ങളെ എത്രത്തോളം ബാധിച്ചു എന്ന് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. നിർഭാഗ്യവശാൽ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടിയിരുന്ന ഒരു വിഷയം പൊതുമധ്യത്തിലെത്തി. വികാരങ്ങൾ തീവ്രമാകുമ്പോൾ പലപ്പോഴും നമ്മൾ തലച്ചോറ് കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് പ്രതികരിക്കുന്നത്. എൻ്റെ അമ്മ അർഹിക്കാത്ത വിമർശനങ്ങൾ നേരിടുന്നത് കണ്ടപ്പോൾ പ്രതികരിക്കാൻ ഞാൻ നിർബന്ധിതയാവുകയായിരുന്നു. ഒരുപക്ഷെ എനിക്ക് മൗനം പാലിക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഒട്ടും ന്യായമല്ലാത്ത ഒരു തെറ്റിദ്ധാരണയുടെ ഭാരം എൻ്റെ കുടുംബത്തിന് പേറേണ്ടി വരുമായിരുന്നു. സത്യം തുറന്നു പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണ തിരുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് അപ്പോൾ ഞാൻ കരുതിയത്. ഞാൻ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ഇനി എന്താണ് പേടിക്കാൻ എന്നാണ് ഞാൻ എന്നോട് തന്നെ ചോദിച്ചത്. എന്നാൽ ഇതിന് മറുപടിയായി വ്യാജ ആരോപണങ്ങളും അസത്യങ്ങളും കാര്യങ്ങൾ വളച്ചൊടിച്ചുള്ള വിവരണങ്ങളും ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളും പൊതുമധ്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. തങ്ങൾ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ മറച്ചുവെക്കാൻ ചിലർ എത്രത്തോളം അധപതിക്കും എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് എനിക്ക് സംഭവിച്ച തെറ്റ്. ചില മനുഷ്യർ തങ്ങളുടെ സ്വന്തം വാക്കുകളെ നേരിടാൻ ധൈര്യമില്ലാത്തവരാണ്. അവർ പുതിയ കഥകൾ ഉണ്ടാക്കി ഇന്റർനെറ്റിൽ പങ്കുവയ്ക്കുന്നു. കാരണം ഇത്തരം കഥകൾ ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെയുണ്ടെന്ന് അവർക്കറിയാം. ഇതൊന്നും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് എനിക്ക് സംഭവിച്ച വീഴ്ച. ഇതൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ മൗനം തിരഞ്ഞെടുക്കുമായിരുന്നു. എൻ്റെ അമ്മൂമ്മയെ നേരിട്ട് അറിയാവുന്നവർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കില്ല. എങ്കിലും ഞങ്ങൾ പങ്കുവച്ച കണ്ടന്റുകളിലൂടെ മാത്രം എൻ്റെ അമ്മൂമ്മയെ അറിയുന്ന നിങ്ങളോട് ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ അമ്മൂമ്മയും ഞങ്ങളിൽ ചിലരും തമ്മിലുള്ള ബന്ധം 2025 ഒക്ടോബർ മുതൽ വഷളായതാണ്. ഇതിന് പൂർണ്ണ ഉത്തരവാദി അവരാണ്. എൻ്റെ അമ്മൂമ്മയോട് ഞാൻ ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒരു അമ്മൂമ്മയും അവരുടെ കൊച്ചുമക്കളോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ എന്നോട് സംസാരിച്ചതുകൊണ്ടാണ്. അവർ ഉപയോഗിച്ച വാക്കുകൾ അതിരുകടന്നതായിരുന്നു. അശ്ലീലവും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതും ഒരു അമ്മൂമ്മയിൽ നിന്ന് കേൾക്കാൻ അസാധ്യവുമായ കാര്യങ്ങളായിരുന്നു അവ. ആ വൃത്തികേടുകളിലേക്ക് ഇനിയും പോകാൻ താല്പര്യമില്ലാത്തതിനാൽ ആ വാക്കുകൾ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. എങ്കിലും അവ എനിക്ക് കടുത്ത മുറിവേൽപ്പിച്ചു. ബഹുമാനം എന്നത് പരസ്പരം നൽകേണ്ട ഒന്നാണ്. പ്രായമോ ബന്ധമോ സ്ഥാനമോ ആർക്കും മറ്റൊരാളെ ഉപദ്രവിക്കാനോ അപമാനിക്കാനോ ഉള്ള ലൈസൻസ് ഇല്ല. നൽകിയില്ലെങ്കിൽ തിരിച്ചും ബഹുമാനം പ്രതീക്ഷിക്കരുത്. തെറ്റ് ആര് ചെയ്താലും അനാവശ്യമായ അനാദരവ് നിശബ്ദം സഹിക്കാനാവില്ല. പകരം എനിക്ക് വേണ്ടി സംസാരിക്കാനാണ് ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു പണത്തിന് വേണ്ടിയുള്ള തർക്കമാണെന്ന് ചിത്രീകരിക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. എന്നാൽ അതൊട്ടും ശരിയല്ല. അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്നാണ് ഞാനും എൻ്റെ സഹോദരിമാരും എപ്പോഴും വിശ്വസിച്ചിട്ടുള്ളത്. മാതാപിതാക്കളെയോ അമ്മൂമ്മമാരെയോ ഒരു സാമ്പത്തിക സുരക്ഷിതത്വമായോ സ്വത്തിൻ്റെ സ്രോതസ്സായോ ഞങ്ങൾ കണ്ടിട്ടില്ല. സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്ന സ്ത്രീകളാണ് ഞങ്ങൾ. ഭൗതിക നേട്ടങ്ങൾ വെച്ച് ഞങ്ങൾ ബന്ധങ്ങളെ അളന്നിട്ടില്ല. ഈ വിഷയം ഒരിക്കലും അതിനെക്കുറിച്ചായിരുന്നില്ല. എൻ്റെ അമ്മൂമ്മ ഫോണിൽ നിന്ന് ഞാൻ അയച്ചതെന്ന് പറഞ്ഞ ചില മെസ്സേജുകൾ വായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവരോട് എനിക്ക് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. മറ്റൊരാളുടെ മറുപടികൾ മാത്രം വായിച്ചു കേൾപ്പിക്കുമ്പോൾ ആ മറുപടികളിലേക്ക് നയിച്ച മെസ്സേജുകളും സംഭാഷണങ്ങളും അവർ എന്തുകൊണ്ടാണ് മറച്ചുവെക്കുന്നത്? അമ്മൂമ്മയുമായി കാര്യങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടായി മാറുന്നു എന്ന് തൻ്റെ കസിൻ തന്നെ പറഞ്ഞു തുടങ്ങിയതായിരുന്നു ആ സംഭാഷണങ്ങളിൽ പലതും. അതിനോട് പ്രതികരിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്, അഹാന പറയുന്നു.